സാംസ് 116 116 സങ്കീർത്തനത്തിൻ്റെ പാർട്ട് 2. പാർട്ട് 1 ദൈവത്തോടെ നന്ദിയുള്ള ഒരു ഹൃദയം ഉണ്ടാക്കണം. മനമേ സ്വസ്ഥമായിട്ടിരിക്കുക. ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറയാൻ തുടങ്ങും. ഏതൊരു പെറ്റീഷൻ പ്രയാസം കൊണ്ട് ചെല്ലുന്നതിന് മുമ്പേ കുറേ നേരം ദൈവത്തെ സ്തുതിക്കണം. ദൈവമേ നിനക്ക് സ്തുതി സ്തോത്രം സ്തുതി സ്തോത്രം. ഒന്നും പറയാൻ അറിയത്തില്ലെങ്കിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ചൊല്ലിക്കൊണ്ട് അവസാനം നമ്മുടെ ആവശ്യം പറയാൻ പഠിക്കണം. അതൊരു നല്ല പ്രാക്ടീസാണ്. ആക്സ്, അഡോറേഷൻ, കൺഫെഷൻ ആൻഡ് താങ്ക്സ് ഗിവിങ്. അങ്ങനെ അപ്പോസ്തല ആക്സിനെ കുറിച്ച് സപ്ലിക്കേഷൻ, ACTS, അഡോറേഷൻ, കൺഫെഷൻ, താങ്ക്സ് ഗിവിങ് ആൻഡ് സപ്ലിക്കേഷൻ. അങ്ങനെ ഒരു അഡോറിയാണ്, ദൈവത്തെ നമ്മൾ അഡോറിയാണ്, ഹൂ ഹീ ഈസ്. അപ്പം നമ്മൾ നന്ദിയുള്ളൊരു ഹൃദയം നമ്മൾ ദൈവത്തിന് മുമ്പിൽ ചെന്ന് പ്രസൻറ്റ് ചെയ്താൽ ബാക്കി കാര്യത്തിനെല്ലാം നമുക്ക് ഒരു ഓർഡർ വരും. അപ്പം 1 തൊട്ട് ഏകദേശം 8 വരെയുള്ള വാക്യം ദൈവത്തിന് നന്ദി പറയുകയാണ്. കഷ്ടത്തിൽ നീ എന്നെ സഹായിച്ചല്ലോ, മരണപാശങ്ങൾ എന്നെ ചുറ്റി, അതിൽ നിന്നൊക്കെ നീ എന്നെ രക്ഷിച്ചല്ലോ, അതുകൊണ്ട് നിന്നെ. അപ്പം നമ്മുടെ തന്നെ മനസ്സിനെ സ്വസ്ഥതപ്പെടുത്തുന്നതാണ്. അല്ലെങ്കിൽ ദൈവത്തോട് ചെന്നിട്ട് നന്ദി പറയുമ്പം ഇത്രയും നന്മ ചെയ്ത ദൈവം ഈ കാര്യത്തിലും പ്രശ്നം പരിഹരിക്കുന്നുള്ളൊരു ഉറപ്പാണ്. 2ാമത്തെ ഭാഗം സമൂഹത്തിനോടാണ്, ചുറ്റുപാടുള്ളവരോട് സംസാരിക്കുക. അതൊന്ന് വായിക്കാം. 2ാമത്തെ ഭാഗം, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുൻപാകെ നടക്കും. ഞാൻ വലിയ കഷ്ടത്തിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നതെന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. അപ്പം ഈ ജീവനുള്ളവരുടെ ദേശത്ത് നമ്മൾ ദൈവത്തെ സ്തുതി. എനിക്ക് ഉറപ്പാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടല്ല, ഈ ലോകത്തിൽ വെച്ച് തന്നെ എൻ്റെ ദൈവത്തിൻ്റെ നന്മകളെക്കുറിച്ച് പറയും. നമുക്ക് പരിഭ്രമം വരുമ്പോഴെല്ലാവരും നമ്മളൊക്കെ ഒന്ന് വെപ്രാളം വരുന്നത്, ഈ നമ്മളിലുള്ള വെപ്രാളം നമ്മളെല്ലാവരിലും കാണും. അപ്പം നമുക്ക് ഏതൊരു കാര്യത്തിൽ കോൺഫിഡൻസ് ഇല്ല, അതായത് നമുക്കൊരു ധൈര്യമില്ല. നമ്മുടെ വിചാരം ബാക്കിയുള്ളവർക്കും കോൺഫിഡൻസ് ഇല്ലെന്നാണ്. അപ്പം നമ്മൾ ഈ 3 കാര്യങ്ങളാണ്. 116 ഒന്നാമത്തേത് നമ്മുടെ സ്വന്തം മനസ്സിനല്ലേ പ്രാണനെ ആശ്വസിപ്പിക്കുക, ദൈവത്തിന് നന്ദി കൊടുത്തേച്ച് ആശ്വസിപ്പിക്കുകയാണ്. 2ാമത്തേത് സമൂഹത്തോട് സംസാരിക്കുകയാണ്. ജീവനുള്ളവരുടെ ദേശത്തെ ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ നടക്കും. വലിയ കഷ്ടത്തിലായെന്ന് ഞാൻ പറഞ്ഞപ്പം മനുഷ്യർ പറയും നിനക്ക് കഷ്ടമാരാ, നിനക്ക് ഒന്ന് നന്മയും വരാൻ പോകുന്നു. അപ്പം ഞാനങ്ങ് പരിഭ്രമിച്ചു. എന്നിട്ട് അന്നേരം ഞാൻ സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു. ആ ഭോഷ്കിലെല്ലാം ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് മറ്റ് മനുഷ്യരുടെ അഭിപ്രായങ്ങൾ, അത് പീപ്പിൾ പ്ലീസേഴ്സ്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അധിക തൂക്കം കൊടുക്കാതെ കേൾക്കേണ്ടിയപ്പം കേൾക്കണം. ദൈവം പറയുന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പഠിക്കണം. അത് തന്നെ ഉണ്ടാകത്തില്ല. നമ്മൾ ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചെടുക്കണം, ചോദിച്ച്. അതൊക്കെ വിസ്ഡം, അല്ലെങ്കിൽ ജ്ഞാനം പരിജ്ഞാനം ദൈവത്തിൽ നിന്ന് ചോദിച്ച് വാങ്ങിക്കണം. അത് ദൈവം തരും. കർത്താവിന് ആഗ്രഹമുണ്ട് അത് പഠിപ്പിക്കാനും. അത് നമുക്ക് വീട്ടിലൊരു 4 ജോലിക്കാരുണ്ടെന്നിരിക്കട്ടെ. ഒരാൾ വലിയ മടിയനാണ്, മറ്റേ ആൾ കുറച്ച്, പക്ഷെ ഒരാൾ എന്തും കണ്ടും നോക്കിയും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ഈ മടിയനോട് നീ പൊക്കോളം പറയും. പക്ഷേ എല്ലാം നോക്കിക്കണ്ട് നിൽക്കുന്ന മനുഷ്യൻ നമ്മളവിടെ നമ്മുടെ കാര്യസ്ഥനാക്കി നിർത്തും. കാരണം ഹീ ക്യാൻ ഹാൻഡിൽ ഇറ്റ്. അത് തന്നെയാണ് ദൈവം നോക്കുന്നത്. ക്യാൻ യു ഹാൻഡിൽ മീ? ഞാൻ പറയുന്നത് നീ ചെയ്യുമോ? ഇതൊക്കെ ദൈവം നമ്മളെ നോക്കുമ്പോൾ ചുമ്മാതെ രാവിലെ എഴുന്നേറ്റ് രാത്രി ഒരു 4 നേരം ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. അത് വേണേൽ കഴിക്കുക, പക്ഷെ ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവം പറയുന്നതെന്ത്ര അനുസരിക്കുന്നു. 13 തൊട്ട് 19 വരെ, ഞാൻ യഹോവ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും. അപ്പോൾ ഉപകാരം ലഭിച്ച വ്യക്തിയാണ്, അതുകൊണ്ട് ഞാൻ എന്ത് പകരം കൊടുക്കും? എൻ്റെ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുകയെ കഴിക്കും. നമ്മൾ ദൈവം ചെയ്ത നന്മയ്ക്ക്, അവൻ്റെ രക്ഷയെക്കുറിച്ച്, സാൽവേഷൻ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സാൽവേഷൻ ഈസ് taking me out of darkness into the marvelous everlasting life. ജീവൻ്റെ ആ ദൈവത്തിൻ്റെ ശക്തിയിലേക്ക് നമ്മളെ ആകർഷിച്ച് മാറ്റുകയാണ്. സോ വി ബിക്കം ഡിഫറെൻറ്റ് പേഴ്സൺസ്. ദൈവത്തിൻ്റെ തേജസ് വഹിക്കുന്നവരാക്കി മാറ്റുകയാണ്. അത് പിന്നെ ആർക്കും എടുത്തു കളയാനൊക്കത്തില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോമൻ ലോ അനുസരിച്ച് സ്വന്തം മക്കളെ ചിലപ്പോൾ അവർക്ക് ഡിസോൺ ചെയ്യാം. ഇവൻ എൻ്റെ മോനല്ല, ഞാനൊരു വസ്തു കൊടുക്കത്തില്ല. പക്ഷേ ദത്തെടുത്ത ഒരു കൊച്ചിനെ ഒരിക്കലും പിന്നെ ഡിസോൺ ചെയ്യാനൊക്കത്തില്ല. അവന് അവകാശം കൊടുത്തേ ഒക്കത്തുള്ളൂ. നമ്മൾ ദത്തെടുത്ത മക്കളെ ദൈവത്തിൻ്റെ രക്തത്താലും കർത്താവിൻ്റെ ക്രൂശുമരണത്താലും നമ്മളെ വീണ്ടെടുത്ത മക്കളാണ്. ഈ നമുക്ക് ദത്തെടുത്ത മക്കൾക്ക്
വലിയ അവകാശം ദൈവം തരുന്നുണ്ട്. അപ്പോൾ ആ അവകാശത്തിൻ്റെ മേൽ നിന്നുകൊണ്ട് അധികാരത്തോടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിക്കാൻ ദൈവം നമ്മളെ അനുവദിക്കും. എന്നിട്ട് അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കുക? ഈ രക്ഷയിലേക്ക്, ഈ സാൽവേഷനിലേക്ക് കടന്നു പോകാം. ഈ രക്ഷ എന്ന് പറയുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തോട്ട് മാറ്റുക മാത്രമല്ല, ഈ വെളിച്ചത്തിൽ കയറിയ ഈ വെളിച്ചത്തിനകത്തുള്ളത് അനുഭവിക്കാൻ കൂടെ നീ പഠിക്കുക. അതിന് പ്രത്യേക ട്രെയിനിങ് വേണം കേട്ടോ. അത് പറഞ്ഞു പിടിപ്പിക്കുന്നു. ഇപ്പം നമ്മുടെ വീട്ടിലൊരു സേഫുണ്ട്. അതിനകത്ത് അവനൊക്കെ ചില കോഡുകളൊക്കെ ഉണ്ട്. അതിനകത്ത് കുറേ കാശുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ വീട്ടിലെ അപ്പച്ചൻ അല്ലെങ്കിൽ ആരാ അതിൻ്റെ പ്രധാനമായിട്ട് ആളുകൾക്ക് മാത്രമേ അത് തുറക്കാൻ അറിയത്തുള്ളൂ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് പ്രായമാകുമ്പോഴത്തേക്ക് അപ്പച്ചൻ നോക്കും ആർക്കാണിത് ഹാൻഡിൽ ചെയ്യാവുന്നത്. അതിലൊരാൾ കാണും, അവരുടെ ഈ കോഡ് പറഞ്ഞു കൊടുക്കും, നിനക്കത് വെച്ച് തുറന്നാൽ ഇതിനകത്തെ കാശെടുക്കാം. ആ വെളിച്ചത്തിലേക്ക് കടന്നു വന്ന അല്ലെങ്കിൽ ആ ഒരു ജ്ഞാനത്തിലേക്ക് വരുന്നവർക്ക് അത് കിട്ടത്തുള്ളൂ. അതുതന്നെയാണ് ആത്മീയ ഗോളത്തിൽ. ദൈവം നോക്കുകയാണ് ആർക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കും. നമ്മുടെ ജോലി രക്ഷയുടെ മഹത്വം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇതിനകത്ത് വലിച്ച വാസ്റ്റ് ഡോർ ഓപ്പൺഡ്, ഇതിനകത്ത് എല്ലാം ഉണ്ട്. നമ്മുടെ ദൈവത്തെ ചെറുതായിട്ട് കാണല്ലേ. കർത്താവിൻ്റെ മഹത്വം പടരട്ടെ. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുക. യഹോവയുടെ രക്ഷയെക്കുറിച്ച് ഞാൻ പറയും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ കഴിക്കും. തൻ്റെ ഭക്തന്മാരുടെ മരണം പോലും യഹോവയ്ക്ക് വലുതാണ്. ദൈവത്തിൻ്റെ മുൻപിൽ നിൻ്റെ മരണത്തിനും വിലയുണ്ടെന്ന്. യഹോവേ, ഞാൻ നിൻ്റെ ദാസനാകുന്നു. എൻ്റെ ദാസനും നിൻ്റെ ദാസിയുടെ മകനും തന്നെ. ഇത് സാധാരണ ദാസൻ ദാസി എന്നൊക്കെ എപ്പോഴും റെഫർ ചെയ്യുന്നത് ദാവീദാണ്. ദാവീദ് എഴുതിയിട്ടില്ല. പക്ഷെ സാധാരണ എപ്പോഴും നിൻ്റെ ദാസനാണ്, നിൻ്റെ ദാസിയുടെ മകൻ ദാവീദ് എപ്പോഴും പറയും. ദാവീദ് ആയിരിക്കണം ഇത് എഴുതിയത്. എന്താണേലും നമ്മുടെ വിനയമാണ്. ദൈവമേ, ഞാൻ നിൻ്റെ മകൻ, നിൻ്റെ ദാസിയുടെ മകനാണ്. വിനയപ്പെട്ട് കർത്താവിൻ്റെ അടുക്കലോട്ട് ചെല്ലുമ്പോൾ ദൈവം സ്വർഗം അങ്ങ് തുറന്നു തരും. ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാപിച്ചെടുക്കാൻ സാധിക്കാത്തത് നമ്മുടെ തന്നെ അഹങ്കാരമല്ലേ. അപ്പച്ചൻ്റെ അടുക്കലോട്ട് ചെന്നിട്ട് വാതിൽക്കൽ അപ്പച്ചൻ പലപ്പോഴും പറഞ്ഞു, ഐ എം ബിഹോൾഡ് ഐ സ്റ്റാൻഡ് ആൻഡ് നോക്ക് അറ്റ് ദ ഡോർ. ഞാൻ വാതിൽക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുക, നീ ഒന്ന് തുറക്ക്. അപ്പോൾ നമ്മുടെ വാതിൽ, എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ ഞാനാ തുറക്കേണ്ടി. അവനവൻ്റെ ഹൃദയം ദൈവം അടിച്ചു തുറക്കത്തില്ല. ദൈവം തുറപ്പിക്കാൻ നമ്മൾ തുറന്നു കൊടുക്കണം. യഹോവേ, ഞാൻ നിൻ്റെ ദാസനാണ്, നിൻ്റെ ദാസന് നിൻ്റെ ദാസിയുടെ മകനും തന്നെ. നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. അഴിച്ചു കഴിഞ്ഞു. ഈ എല്ലാ ബന്ധനങ്ങളും അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത്? അപ്പോഴാണ് ഫിലിപ്പിയർ 4:6 ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നത്. എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുകയാണ്. അതാണ് രക്ഷ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് സ്തോത്രവും സ്തുതിപ്പും കൂടെ കടന്നു ചെല്ലാം. അതാവെ നിന്നെ നന്ദിയോടെ ഞാൻ കടന്നു വരുന്നു. എന്തിനാ പറയുന്നത്? ഒത്തിരി പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ നോട്ടം, നമ്മുടെ ഭാവം, നമ്മുടെ ഇരിപ്പ് രീതി എല്ലാം ദൈവത്തിന് നന്ദി കൊടുക്കുന്ന. വാഗൊണ്ട് പറയുന്നത് തന്നെയല്ല, നമ്മുടെ എവറി ആക്ഷൻ ക്യാൻ റിഫ്ലക്റ്റ് ദ പവർ ഓഫ് ഗോഡ്, ഗ്രേസ് ഓഫ് ഗോഡ്, ദ ഡിവൈൻ ഗ്രേസ് ഓഫ് ഗോഡ്. നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിലും യെരൂശലേമേ നിൻ്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സ്തോത്രയാഗം ചെയ്യണം. അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമുണ്ട്. അത് ദൈവം പറയുകയാണ്. ഈ വിനയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനകത്തൊരു വാക്യം 1 പത്രോസ് 5:6-7. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളും. കരുതുന്ന ഒരു ദൈവമുണ്ട്. തക്ക സമയത്ത് ഉയർത്താൻ ദൈവം ആഗ്രഹിക്കുമ്പം നമ്മൾ അവൻ്റെ കൈക്കീഴിൽ താണിരിക്കണം. മനുഷ്യൻ്റെ മുമ്പിൽ കാണിക്കുന്ന വിനയമല്ലിത്. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ എപ്പോഴും ഈ ദൈവത്തോട് ഒത്തിരി അടുത്തിരിക്കുമ്പോൾ നമുക്ക് കാണാം ഈ ദുഷ്ടചിന്തകൾ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ഇവനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. പക്ഷെ അന്നേരം നമുക്ക് ഏറ്റവും വലിയൊരു പ്രാക്ടിക്കൽ റെമഡി ഞാൻ കണ്ടിരിക്കുന്നത്, ഞാൻ ഉടനെ കർത്താവേ വരുന്നുണ്ട്, അഴുക്ക് ചിന്തകൾ കയറി വരുന്നുണ്ട്, ഞാൻ നിരാശയിലോട്ട് കയറി പോകാൻ സാധ്യതയുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. ഐ നോട്ടീസ് ദാറ്റ് അതങ്ങ് മാറ്റും. കാരണം ആ ദുഷ്ടനാ കൊണ്ടുവരുന്നതെന്ന് ഞാൻ ഉടനെ ദൈവത്തിനെ ഏൽപ്പിക്കുകയാണ്. ആ ഒരു അവെയർനെസ് നമുക്ക് ഉണ്ടാകണം. ഒരു കൊച്ചുകുട്ടി പാസ്റ്ററിൻ്റെ മകളാണ്, അവൾക്ക് 4 വയസ്സേ ഉള്ളൂ. ഒരു പാസ്റ്റർ വന്നിരുന്നു, വേറെ ചെറിയ പാസ്റ്റർ വന്നു വെച്ചാൽ, ജീവിതം വലിയ പാടാണ്, മിനിസ്ട്രിയെ പാടാണ്, ഞാനിതെല്ലാം ഇട്ടേച്ചു, എനിക്ക് ഈ പിശാചിൻ്റെ ശത്രു ഇവൻ എന്നും വന്ന് എന്നെ ഉപദ്രവിക്കുകയാണ്, ഇനി എന്താ ചെയ്യേണ്ടതെന്നല്ല. അപ്പോൾ ആ കൊച്ചുകുട്ടി
അതെന്ത് എളുപ്പമല്ലേ. അപ്പോൾ പാസ്റ്റർ ചോദിച്ചാൽ അതെങ്ങനെയാണ്? അതെ, എല്ലാ ദിവസവും ഇവൻ എൻ്റെ വാതിൽക്ക് വന്ന് മുട്ടും. പിശാച് എൻ്റെ വാതിൽക്ക് വന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്ക് മുട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, അവിടെ നിൽക്കേ, ഞാൻ യേശുവിനോടൊന്ന് ചോദിച്ചേച്ച് വരട്ടെ എന്ന് പറയും. എന്നിട്ട് ഇവൾ പോയി തിരിച്ചു വരുമ്പോൾ അവനെ അവിടെ കാണത്തില്ല. ദാറ്റ് വാസ് എ ഗുഡ് അഡ്വൈസ്. ചിന്തകൾ നല്ലതും അഴുക്കും ഒരുപോലെ സ്ക്രീൻ ചെയ്യണം ദൈവത്തിൽ. അങ്ങനെ ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്തോഷത്തിന് നന്ദിയുള്ളൊരു ഹൃദയം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നല്ല വഴി എന്തെന്ന് ചോദിച്ച് നല്ല വഴിയിൽ നടക്കുക, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. ജെറമ്യാ 6:16. നല്ല വഴി ഏതെന്ന് ചോദിച്ച് നല്ല വഴിയിൽ നടക്കുക. നല്ല വഴി ചുമ്മാന്നും ഉണ്ടാകത്തില്ല, ചോദിക്കണം. എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. യേശുവിൽ നിന്ന് പഠിച്ചെടുക്കണം. മത്തായിയുടെ സുവിശേഷം 11:28 എന്നിൽ നിന്ന് പഠിക്കാൻ, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും എൻ്റെ നുകം മൃദുവുമാകുന്നു. അപ്പം നമ്മൾ കർത്താവിൽ നിന്ന് പഠിച്ചെടുക്കാൻ ദൈവം ഒരു വ്യക്തിയും നമ്മൾ എന്നിൽ നിന്ന് പഠിക്കുമെന്ന് പറയൂല. നമുക്കെല്ലാം ഉടനെ ഞാൻ വലിയ ആൾ, അവനെന്തിനാ എൻ്റെ എമിറ്റേറ്റ് ചെയ്യുന്നത്, നമ്മളേറെ കോപ്പിക്കാറ്റാന്ന് പറയും. പക്ഷേ ഇവിടെ ദൈവം പറയാം, എന്നെ നിന്ന് പഠിച്ചെടുക്ക്, എന്നെ നിന്ന് പഠിക്ക്, ഞാൻ ഓപ്പണല്ലേ. പൗലോസ് അത് പറയുന്നുണ്ട്, അഗ്രപ്പായുടെ മുമ്പിൽ പറയുന്നു, അയ്യോ ഈ ചങ്ങല ചോദിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും എൻ്റെ കൂട്ടായാൽ കൊള്ളാമെന്ന്. ദിറ്റ്സ് ഓൾ ബ്യൂട്ടിഫുൾ തിങ്സ് ഇല്ലേ? അതൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ്? എൻ്റെ കാലുകളെ മാൻപേടയ്ക്ക്, സങ്കീർത്തനം 18:33, എൻ്റെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമാക്കി എൻ്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. ഇതിൽ കൂടെ എന്ത് വേണം? ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് കയറിച്ചെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമാക്കി നിൻ്റെ ഗിരികളിലേക്ക് കയറി വരാൻ എത്ര സ്നേഹത്തോട് നീ എന്നെ വിളിക്കുന്ന സ്നേഹത്തിന് നന്ദി പറയുന്നു. പിച്ച രാവിലെ തോറും നിൻ്റെ ആ കൃപയിലേക്ക് കയറി, രാത്രി തോറും നിൻ്റെ വിശ്വസ്തത വിളിച്ചു പറയാൻ ഞങ്ങളെ അനുവദിക്കണമേ. നന്ദിയുള്ളൊരു ഹൃദയം ഇട്ട് തരണം. ക്രിയേറ്റ് ഇൻ മീ, ഇല്ല അപ്പം ഉണ്ടാക്കി തരണം. എന്നിട്ട് ആ നന്ദിയുള്ള ഹൃദയത്തിലെല്ലാം ചെയ്തെടുക്കാനും, തുടങ്ങിയതല്ല പക്ഷെ അത് പൂർത്തിയാക്കി, എങ്ങനെ തുടങ്ങി എന്നുള്ളതല്ല, എങ്ങനെ പൂർത്തീകരിക്കാൻ സാധിക്കും, അതാണ് പ്രധാനം. തുടങ്ങുന്നതും പ്രധാനം, പക്ഷെ പൂർത്തീകരിക്കുന്നത് നിന്നിലാക്കണം. ഇടയ്ക്ക് വെച്ചിട്ടേച്ചു പോലെ മോശയ്ക്ക് അവസാനം പറ്റിയതുപോലെ അല്പനേരം മനുഷ്യൻ്റെ ദേഷ്യം കണ്ട് മോശയ്ക്ക് ദേഷ്യം വന്നു. ദൈവത്തിൻ്റെ സാങ്ക്ടിഫിക്കേഷൻ, വിശദീകരണം ഇവിടെ നടന്നില്ല എന്ന് പഠിപ്പിച്ചു. അതുപോലെ ഞങ്ങളുടെ ജീവിതാവസാനങ്ങളിലും ഞങ്ങൾ നിന്നെ നന്ദി പറയേണ്ടിവർ ലാസ്റ്റിൽ കൊണ്ടുപോയി ഉടച്ചു കളയാനിടയാക്കല്ലേ. അതാ നിൻ്റെ വിശ്വസ്തത വലുതാക്കിയ ഞങ്ങളുടെ ബലഹീനത ഞങ്ങളുടെ കൈക്ക് പിടിച്ച് നേർവഴിക്ക് നടത്തണമേ. 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ദുഷ്ടപിശാചിൻ്റെ ഒരു പ്രവർത്തനവും നടക്കുകയില്ല. നിന്നിൽ നിന്ന് മാറിപ്പോ, നിൻ്റെ ആലയത്തിൽ നിന്ന് ഞങ്ങളെ പുറത്തോട്ട് വിടരുത്. എൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരുന്നു. നിത്യമായ പ്രകാശത്തിൽ രക്ഷയുടെ മഹത്വത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ടെ. അങ്ങനെ ഇവിടുന്ന് ചെയ്യുന്നതിനാൽ സ്തോത്രം. തലമുറ മേൽ ഇത് വ്യാപരിക്കട്ടെ. ഈ അഭിഷേക തൈലം ഒഴുകട്ടെ. അപ്പിച്ച പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.